ഇവിടെ UP നിങ്ങൾ സ്ഥലങ്ങൾ നോക്ക്. കരിമ്പും കാട്ടിൽ പെൺപിള്ളേരെ പിടിച്ചിട്ട് 15 വയസ്സും നിങ്ങളെപ്പോലെ പത്രപ്പുറത്തേക്കാണല്ലോ വാൽക്കുട്ടി എടുത്തുകൊണ്ട് പോകും. എടുത്ത് അവിടെ കൊണ്ട് വിളങ്ങി അവിടെ ഇട്ടേക്കുക. പക്ഷേ കേരളത്തിൽ നടക്കുന്നില്ല. എന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാരുള്ള കാരണം കേരളത്തിൽ നടക്കില്ല ആ പണിയൊന്നും. ഞാൻ എതിർക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരല്ല കേട്ടോ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ചിന്താധി അനുഭാവിയാണ്. പക്ഷേ നിങ്ങളുടെ ദേഹത്ത് തൊട്ടാണല്ലോ അവനെ കൊന്നുകളയും. ഞാൻ അതുകൊണ്ട് സ്വഭാവക്കാരനാണ്. അത് കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരൻ്റെ സ്വഭാവമാണ്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിന് ഇന്ന് വരെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷവും ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടു ഭൂരിഭാഗം കാര്യങ്ങളെല്ലാം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസം കൊടുക്കാതിരുന്ന് അത് പിണറായിയുടെ ഭരണവിരുദ്ധ വികാരമായി മാറുമോ? ഉത്തരേന്ത്യയെ കണ്ടില്ലേ, പള്ളികളും ക്രിസ്ത്യാനികളെയൊക്കെ ആക്രമണങ്ങളൊക്കെ ഈ BJPയുടെ ബജറംഗുകളിലും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ അല്ലേ വക്രമൊക്കെ ഉണ്ടാക്കണം. കേരളത്തിൽ സുഖമായിട്ട് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാമല്ലോ. അപ്പം മെയ് 4-ാം തീയതിയിലെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിനായിട്ടാണ് കേരളം മുഴുവൻ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് UDF കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നും അതുപോലെ പിണറായി സർക്കാരിന് മൂന്നാമതൊരു ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. അതായത് പിണറായി സർക്കാരിന് വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിന് ഇന്ന് വരെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷവും ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടു ഭൂരിഭാഗം കാര്യങ്ങളെല്ലാം നടത്തി. ഏത് രംഗം എടുത്തു നോക്കിയാലും, ആരോഗ്യമായാലും സ്കൂളായാലും ടൂറിസം ആയാലും വികസന പ്രവർത്തനങ്ങളായാലും ഇപ്പോൾ തന്നെ വയനാട് ആ വീട് തന്നെ പണിത് കൊടുത്തില്ലേ? എന്തോരം വീട് പാവപ്പെട്ടവർക്ക് ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ചെയ്തു കൊടുത്തു ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാരിന് ഇന്ന് അങ്ങനെയുള്ള ഒരു സംഭവം മൂന്നാമത് വരാണ്ടിരിക്കില്ല. എനിക്കൊരു 100% ഉറപ്പുണ്ട്. ഈ വരുന്ന 4-ാം തീയതി വീണ്ടും ഇടതുപക്ഷ അധികാരത്തിൽ വരും, ഉറപ്പായിട്ടും വരും. UDF ഉയർത്തുന്നതെന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ്. അപ്പം അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? UDF അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര തല്ലുപിടുത്തം. അവരിപ്പോൾ അറിയാലോ, ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം തന്നെ ആര് മുഖ്യമന്ത്രി ആകും എന്നുള്ളതിനെക്കുറിച്ച് അവിടെ അടി നടന്നിട്ടിരിക്കുക. ഒരു തീരുമാനമില്ല, ഒരു അടിയാണ് നടക്കണത്. അങ്ങനെ ഒരു തീരുമാനമില്ലാത്ത രീതിയിൽ അവനവൻ്റെ പോക്കറ്റ് വീർപ്പിച്ച് നടക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം. അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തീരില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഓരോന്നോരോന്നെടുത്ത് പറയണില്ല. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ UDFൻ്റെ പ്രകടനം വളരെ മോശം. അത് ജനങ്ങൾ അംഗീകരിക്കില്ല, ഉറപ്പാണ്. അതിവിടെ മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ തന്നെ വരും എന്നുള്ള ഒരു ഉറപ്പ്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണെങ്കിൽ അത് പിണറായി വിജയൻ തന്നെ വേണമെന്നുള്ളതാണ്. പിണറായി സർക്കാർ മൂന്നാമതും ഭരണത്തിൽ വരും. ഇതിനു മുമ്പ് എക്സിറ്റ് പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ വന്നിരുന്നു. അന്ന് പറഞ്ഞതും പിണറായി തോൽക്കുമെന്നായിരുന്നു. അന്ന് പറഞ്ഞതിൽ കൂടുതൽ, അതായത് 100 സീറ്റ്. അന്ന് പറഞ്ഞത് എക്സിറ്റ് പോളുകാർ പറഞ്ഞത് എത്രയാണ്? 68. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ അത്യാവശ്യം എക്സിറ്റ് പോളിൽ ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ചാണക്യയുടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം കണക്കാണ്. ആ ചാണക്യ തന്നെയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, എക്സിറ്റ് പോളുകളെ കുറിച്ച് അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ളതിനെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുവാണെങ്കിൽ പാർട്ടിക്ക് കൂടി പാർട്ടി തീരുമാനിക്കും. അതാണ് CPMൻ്റെ നിലപാട്. ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ BJPയുടെ ഒരു വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. അതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. പിണറായി സർക്കാരിനെതിരെ ഒരുപാട് ഭരണവിരുദ്ധ വികാരം ഒരുപാടുണ്ടെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ ഭരണവിരുദ്ധ വികാരം ഏത് കാര്യത്തെക്കുറിച്ചാണെന്ന് പറയാം. പിണറായിയുടെ ആശുപത്രികൾ ഉയർത്തിയതോ, സ്കൂളുകൾ ഹൈടെക് ആക്കിയതോ, റോഡുകളും തീരദേശ ഹൈവേ, മലയോര ഹൈവേ, പാലങ്ങൾ ഇതെല്ലാം ഉന്നത നിലവാരത്തിലാക്കിയതോ. ഈ അടുത്ത 1-2 ദിവസമല്ലേ ഒരു ചെറിയ പവർ കട്ടിൻ്റെ രീതിയിൽ വന്നുള്ളൂ. ഈ 10 കൊല്ലക്കാലം പവർ കട്ട് ഉണ്ടായിരുന്നാണോ പിണറായിയുടെ ഭരണപരാജയം
അതുപോലെ തന്നെ മുണ്ടൊക്കെ 200 വീട് ഭവന പദ്ധതി കിടക്കട്ടെ. ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടം കൊടുത്ത് ഇതിനുൾപ്പെടെ ഏതെങ്കിലും ഒരു സർക്കാർ കൊടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ CPM വ്യക്തമായിട്ട് വീട് കൊടുത്തിട്ടുണ്ടാകും. അത് വലിയ പ്രചരണമൊന്നും നടത്തുന്നില്ലേ ഉള്ളൂ. ഓരോ ജില്ലകളിലും 1000 വീട് കൊടുത്തിട്ടുണ്ട്. 1000 100 അങ്ങനെ. പിന്നെ ഏതാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയണേ? മനസ്സിലാകുന്നില്ല. പെൻഷൻ കൊടുക്കണമാണോ ഭരണവിരുദ്ധ വികാരം? ആണോ? 18 മാസം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസം കൊടുക്കാതിരുന്ന് അത് പിണറായിയുടെ ഭരണവിരുദ്ധ വികാരമായി മാറുമോ? 1000 രൂപ വേറെ കൊടുത്തു പെൺപിള്ളേർക്ക്. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇവർക്കില്ല. 35 വയസ്സ് കഴിഞ്ഞവർക്ക് 60 കൊടുത്തില്ല ഞങ്ങൾ. അങ്ങനെ വന്നോളും. ഇതിനു മുമ്പും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരെ SPL വന്നിട്ടുണ്ട്. നമ്മൾ 18 സീറ്റും നേടി വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാ? പാർലമെൻറ്റിൽ. അന്ന് നമുക്കെതിരായിരുന്നു. അന്ന് 18 സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. അന്ന് SPL നമുക്കെതിരായിരുന്നു. SPL അവരൊരു 60-70 പേരുടെ 100 പേര് നിൽക്കുമ്പോൾ 70 പേരുടെ വരം നോക്കണോ? ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ 65-70 സീറ്റ് 75 സീറ്റിലാണ് മുകളിലോട്ട് വരും. അത് സംശയമില്ല. SPL നമ്മളങ്ങനെ വിശ്വസിക്കണ്ട. എന്നറിയോ? ഇങ്ങനെ ഫലം വന്നുകൊണ്ടിരിക്കും. ഇത് പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാശ് കൊടുത്ത് ഉണ്ടാക്കിയ SPL ഫലമാണ് ഉണ്ടാക്കിയത് ജനങ്ങളെ. അപ്പം VD സതീശനും ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തട്ടിക്കൂട്ടുക. എന്നറിയോ? ഞങ്ങൾ വന്നാൽ ആരാകണം KC പിള്ളേർ. അതിന് വേണ്ടിയിട്ട് പണം കൊടുത്ത് ഇവരുണ്ടാക്കി വെച്ചാണ്. അങ്ങനെ കേരളത്തിൽ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ കേരള ജനത മണ്ടന്മാരാ പിണറായിനെ താഴ്ത്തിറക്കിയാൽ. കാരണം അത്രയും സാഹചര്യങ്ങൾ ചെയ്ത് ക്ഷേമ പെൻഷനാണെങ്കിലും ആ 30,000 രൂപ പെൻഷനാണെങ്കിലും കൃത്യമായിട്ട് കൊടുത്തു എല്ലാം ചെയ്യുന്ന സർക്കാരാണിത്. പിന്നെ വീടുകൾ മുണ്ടക്കയിൽ കണ്ടോ? ഒരു കേന്ദ്ര സർക്കാരിൻ്റെ 1 രൂപ കിട്ടിയിട്ടില്ല. 200 വീടങ്ങ് കൊടുത്തു. 200 വീടങ്ങ് കൊടുത്തത്. ഇനി അടുത്ത് വരുക. ഇത് ഈ പിണറായില്ല ഇതൊക്കെ ചെയ്തത്. നമ്മളതൊക്കെ മനസ്സിലാക്കണത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ജനമല്ലേ, ജനം വോട്ട് എവിടെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലേ? ജനത്തിൻ്റെ കയ്യിരിക്കുക. പക്ഷേ ആ ജനം നമ്മളെ അംഗീകരിക്കണം. ഇടതുപക്ഷത്തെ അംഗീകരിക്കണം. ഇടതുപക്ഷത്തെ സഹോദരി നെഞ്ചോടുത്ത് സഹോദരിക്കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ബലാത്സംഗം ഉണ്ടോ? പെണ്ണുപിടുത്തമുണ്ടോ? ഇതുണ്ടോ? ഇവിടെ UP നിങ്ങളുടെ സ്ഥലങ്ങൾ നോക്ക്. കരിമ്പും കാട്ടിൽ പെൺപിള്ളേരെ പിടിച്ചിട്ട് 15 വയസ്സും നിങ്ങളെപ്പോലെ പത്രപ്പുറത്തേക്കാണല്ലോ വാലിക്കുട്ടി എടുത്തുകൊണ്ട് പോകും. എടുത്ത് അവിടെ കൊണ്ട് ബലാത്സംഗം അവിടെ ഇട്ടേക്കുക. പക്ഷേ കേരളത്തിൽ നടക്കുന്നില്ല. എന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാരുള്ള കാരണം കേരളത്തിൽ നടക്കില്ല ആ പണിയൊന്നും. ഞാൻ എതിർക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരല്ല കേട്ടോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് ചിന്താധി അനുഭാവിയാണ്. പക്ഷേ നിങ്ങളുടെ ദേഹത്ത് തൊട്ടാണല്ലോ അവനെ കൊന്നുകളയും. ഞാൻ അതുകൊണ്ട് സ്വഭാവക്കാരനാണ്. അത് കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ചേട്ടാ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതലും കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് എക്സിറ്റ് പോളിൻ്റെ ഫലം പുറത്ത് വന്നതാണ്. അപ്പം അതിനകത്ത് കൂടുതലും പറയുന്നത് UDF അധികാരത്തിൽ വരും, അതുപോലെ പിണറായി സർക്കാരിന് മൂന്നാമതൊരു ഭരണം ഇല്ലെന്നാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ പിണറായി സർക്കാർ വീണ്ടും മന്നോ തന്നെയാണ്. ഇത്രയും പ്രളയവും ചൂരൽമല ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വീട് സർക്കാർ പണിത് കൊടുത്തതെല്ലാം ദേശീയവാസ വികസനം, അങ്ങനെ ഈ ക്ഷേമ പെൻഷനുകളെല്ലാം നോക്കുമ്പോൾ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു തന്നെയാണ് ആഗ്രഹം. ഈ പുറത്ത് വരുന്ന സർവേനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സർവേകളൊക്കെ BJPക്കും കോൺഗ്രസിനും അനുകൂല സർവേകളാണ് അവർ പുറത്തു വിടണം കൂടുതലും. കഴിഞ്ഞ 2021 സർവേ UDFനായിരുന്നു പ്രവചിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ LDFനായിരുന്നു. അപ്പോൾ ഈ ചാനലുകൾ കൂടുതലും UDF വന്നോന്നാണല്ലോ, BJP ഒക്കെ വന്നോന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം തന്നെ ഭരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആരോപണമൊക്കെ വ്യാജമാണ്. ഒരു 10 വർഷം ഭരിച്ച മന്ത്രിമാർക്കെതിരെയോ ഒരു ആരോപണമോ അഴിമതി കേസുകളോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് വല്ല അഭിപ്രായമുണ്ടോ? LDFന് ഭൂരിപക്ഷം കിട്ടിയാൽ പാർട്ടി CPM തീരുമാനിക്കും ആരാകണമെന്ന്. അതനുസരിച്ച് ആര് വന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നിലവിലെ കോൺഗ്രസിൻ്റെ, അതായത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയൊക്കെ തർക്കങ്ങളൊക്കെ UDF വന്നാൽ 5 വർഷം 5 മുഖ്യമന്ത്രിയായിരിക്കും. തമ്മിലടി ഒരു ഭരണവും നടക്കുകയില്ല. BJPയുടെ ഒരു വളർച്ച കേരളത്തിൽ എങ്ങനെ? വളരുന്നുണ്ടെങ്കിലും ജയിക്കാനുള്ള വളർച്ചയില്ല കേരളത്തിൽ. മുന്നോട്ട് ഒരു 4-5 വർഷം കഴിയുമ്പോൾ അവരുടെ ഒരു വളർച്ച കൂടുമെന്ന് തോന്നുന്നുണ്ടോ? 5 വർഷം കഴിയുമ്പോൾ കൂടുമെന്ന് പറയാനിപ്പോൾ പറ്റിയല്ല. എന്നാലും കേരളത്തിൽ വലിയ വളർച്ചയെന്ന് പറയാനില്ല. നേരത്തെ നമുക്കറിയാം LDF UDF എന്നുള്ള 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPയും കൂടെ വന്നതിന് ശേഷം ഒരു ത്രികോണ മത്സരമായിട്ടുണ്ട് കേരളത്തിൽ.
ത്രികോണ മത്സരം എല്ലായിടത്തും ഒന്നുമില്ല, 2-3 മണ്ഡലത്തിലേ ത്രികോണ മത്സരമുള്ളൂ. ബാക്കി ഇതിന് മാത്രം ഈ പിറവ മണ്ഡലത്തിലൊന്നും വലിയ വോട്ട് ഷെയർ BJPക്ക് ഇല്ല. അപ്പം അങ്ങനെയാണ് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ BJP കുറച്ച് കുറവാണ്. അല്ലേ പണ്ടേ ഇപ്പോൾ അധികാരത്തിൽ വന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ അത്ര പ്രതിബദ്ധരാണ്. പിന്നെ മതേതരത്വം മന്നോ ചിന്താഗതിയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയെ കണ്ടില്ലേ, പള്ളികളും ക്രിസ്ത്യാനികളെയൊക്കെ ആക്രമണികളൊക്കെ ഈ BJPയുടെ ബജറംഗതകളിലും അങ്ങനെ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ അല്ലേ അക്രമമൊക്കെ ഉണ്ടാക്കണം. കേരളത്തിൽ സുഖമായിട്ട് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാമല്ലോ. ബീഫ് കഴിച്ചാൽ കൊല്ലൂല, തട്ടിപ്പൊട്ടിക്കുകയല്ല, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. BJPയുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ അത്രയേ ഉള്ളൂ. ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. നാനാജാതി മതസ്ഥരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണം, അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ചേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ പിണറായി സർക്കാരിന് മൂന്നാമതൊരു ഭരണം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇപ്പോൾ 4 ദിവസം കഴിയുമ്പോൾ അറിയാം, 4-ാം തീയതി അറിയാമല്ലോ. അല്ല നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാം. ചേട്ടൻ്റെ ഒരു അഭിപ്രായം ഏത് പാർട്ടി വരണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഏത് പാർട്ടി വന്നാലും കണക്കാം. അപ്പോൾ നിലവിലെ ഭരണത്തിൽ ഓക്കെ ആണോ? നിലവിലെ ഭരണം ഒരുപാട് ഒരു വരട്ടെ, അല്ലാതെ ഇപ്പോൾ നമ്മളെന്ത് പറയാനാണ്. ഏത് പാർട്ടി വന്നിട്ടും കാര്യമില്ലെന്നോ? ഏത് പാർട്ടി വന്നാലും നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. കൂലിപ്പണിക്ക് പോകണം, കൂലിപ്പണി ചെയ്താൽ ജീവിക്കാം. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് വല്ലോ അഭിപ്രായം? ഇതിനെ പറ്റി ഒരു വിവരവും എനിക്കില്ല. കാരണം ആര് വന്നാലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രി ജയിക്കുന്നവർ അവർ തന്നെ തിരഞ്ഞെടുക്കും മുഖ്യമന്ത്രി. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല മുഖ്യമന്ത്രി. ചേട്ടന് സ്വന്തമായിട്ടൊരു പാർട്ടി വേണോ? അങ്ങനെ ഇല്ല, എനിക്കതിനെപ്പറ്റി രാഷ്ട്രീയപരമായിട്ടൊരു വലിയ അറിവൊന്നുമില്ല. BJP അധികാരത്തിൽ വരണമെന്ന് വല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ BJPയുടെ വളർച്ചയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? വരാൻ സാധ്യത കുറവാണ്. കുറവാണ്. അവർ ഇനിയും മുന്നോട്ട്, അതായത് ഇപ്പം ആദ്യം 1% കുറവായിരുന്നു അവരുടെ ഭരണം. പിന്നെ ഇപ്പം വീണ്ടും ഒരു ത്രികോണ മത്സരം കേരളത്തിൽ, അതായത് UDF LDF മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ BJP വന്നതോടെ UDFനാണെങ്കിലും LDFനാണെങ്കിലും വലിയൊരു വെല്ലുവിളി ഉയരുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? BJP വരാൻ സാധ്യത കുറവ് തന്നെയാണ്. BJP വരണമെന്ന് വലിയ താല്പര്യം ഇല്ലെന്നാണ്.